അങ്ങനെ പുള്ളി അമ്പലത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടിലോട്ട് വന്നു. അതായത് ഇവരുടെ കുടുംബാമ്പലമാണ്. വീട്ടിലോട്ട് ബാക്ക് സൈഡിൽ കൂടെ കയറി വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്ര നേരം ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ അങ്ങ് അകത്തോട്ട് പോയി. ഞങ്ങൾ രണ്ടും കൂടെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. പുള്ളി ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിലെ കാര്യമൊക്കെ ഞാനപ്പോൾ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യാണ്, നേഴ്സായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഞാനും പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പത്തേന് ചിറ്റപ്പം അപ്പത്തേന് ഒത്തിരി സമയമായി. ചിറ്റപ്പം വണ്ടി കൊണ്ട് വന്നു. വണ്ടി റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേര് പിരിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആലോചന വന്നു. അപ്പം അമ്മ മാത്രം നാട്ടിലുള്ള, അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇപ്പോഴെ ആലോചനയൊന്നും വേണ്ട, ഞാൻ വരട്ടെ, ഞാൻ നാട്ടിൽ വന്നിട്ട് അവർക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും നാട്ടിൽ അച്ഛൻ വന്ന സമയത്ത് കല്യാണമായാലും വന്നു. അപ്പോഴത്തേനും എനിക്ക് ഗൾഫിൽ ജോലിയായി. ഞാൻ ഗൾഫിൽ പോയി. അവിടെ വെച്ചാണ് ഒരു അമ്മേനെ വിളിച്ചിട്ട് പറയുന്ന, വീണ ഇന്ന ആളുടെ ആലോചന ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്നെ പഠിപ്പിച്ച ഒരു ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചർ വേറെ നെയ്ബറാണ് പുള്ളിക്കാരി. ആ സമയത്ത് മെമ്പറാണ്, എനിക്ക് ഓർമ്മയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അവരാലോചിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ എന്നാൽ എൻ്റെ ആങ്ങളുടെ കൂട്ടുകാരനാണ്, ഒന്ന് ആലോചിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വലിയ സമയമൊന്നും എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ മസ്കറ്റിലോട്ട് പുള്ളിയുടെ മൊബൈലിൽ നിന്ന് വിളിക്കുന്നു. വിളിച്ചിട്ടിങ്ങനെ വീട്ടുകാരിങ്ങനെ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട്. മോളേന്നാണ് അന്ന് സംസാരിച്ചല്ലോ, വീട്ടിൽ സംസാരിച്ചത് ഫുൾ മോളേന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഈ ചേട്ടനെ കിട്ടുന്ന പെണ്ണെന്ത് ഭാഗ്യവതിയാണ്. അപ്പോൾ പുള്ളി വിചാരിക്കുക ഞാനാണ് ഒരു മനുഷ്യരോട് സംസാരിക്കാത്ത ആളാണ്, എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പം പുള്ളി വിചാരിക്കുക ഈ കൊച്ച് ഇത്രയും സംസാരിക്കുമോ ദൈവമേന്ന് പുള്ളി വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാനെങ്ങനെ എന്തോ എനിക്കറിയാൻ വയ്യാത്ത രീതി ഇങ്ങനെ വന്നതിന് പുള്ളി പറഞ്ഞു അങ്ങനെയാണ് ഞാനിപ്പോൾ ഫോൺ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടാ, മോളുടെ സമ്മതത്തോടു കൂടിയാണോ വീട്ടുകാർ ഈ കല്യാണം ആലോചിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, എൻ്റെ സമ്മതത്തോടു കൂടിയാണല്ലോ, അന്ന് ഞാൻ പിന്നെ നാളെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങ് വെച്ച് പിന്നെ വിളിയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് വിളിക്കാൻ ചാർജ് കൂടല്ലേ. പിന്നെ ഞാൻ വിളിക്കാൻ അന്ന് നമുക്ക് ബുക്ക് ചെയ്ത് വിളിക്കുന്ന ഒരു സംവിധാനം, ബുക്ക് ചെയ്ത് വിളിക്കുന്നു, അല്ല നമുക്ക് കാർഡ് കിട്ടും, 5 റിയാലിൻ്റെ കാർഡുണ്ട്, അതിട്ട് വിളിക്കുന്നു, വിളിയോട് വിളി. അപ്പോഴത്തേന് നാട്ടിൽ കല്യാണം വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും പോയി, വീട്ടുകാർ മാത്രമായിട്ട് കല്യാണ നിശ്ചയം നടത്തി. അങ്ങനെ നവംബറിൽ നിശ്ചയം നടത്തി, ഏപ്രിൽ കല്യാണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ നെയ്ബേഴ്സായിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കിട്ടിയതായിരിക്കും. അപ്പോൾ പിന്നെ വീട്ടിൽ അമ്മയോട് ഒത്തിരി പേര് വന്ന് ചോദിച്ച് വീണയും പ്രകാശും ഇഷ്ടത്തിലായിരുന്നോ? അപ്പോൾ അമ്മ പറഞ്ഞ് അല്ല അവർ വീട്ടിൽ നിന്ന് ആലോചിച്ച് വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കല്യാണത്തിലേക്ക് എത്തിയ കഥ. ഇനിയുണ്ട്, അത് കഴിഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ. ഞങ്ങൾക്കൊരു വയ്യാത്ത കുഞ്ഞുണ്ടായി, ആദ്യത്തെ കുഞ്ഞാണ്. പിന്നീട് ഉടനെ തന്നെ അടുത്ത കുഞ്ഞായി. അത് നമ്മൾ 2 മാസം കഴിഞ്ഞാണ് അറിയുന്നത്. മൂത്തത് ഓട്ടിസ്റ്റിക്കാണ്, രണ്ടാമത്തേന് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളിപ്പോൾ 8ൽ പഠിക്കുന്നു. മൂത്തവന് 15 വയസ്സുണ്ടാവാൻ ബെഡിഡൻ നല്ല, എന്നാലും ഓൾമോസ്റ്റ് ബെഡിഡൻ എന്ന് പറയാം. 15 വയസ്സല്ലേ എടുത്ത് പൊക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു കല്യാണത്തിലോട്ട് എത്തിച്ച കഥ.